ഹലോ, നമുക്കിന്നൊന്ന് ഒരു അടിപൊളി ആലു മെത്തി ഡിഷ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ആദ്യം പാനിൽ എണ്ണ ഒഴിച്ച് ജീരകമിട്ട് കായപ്പൊടി ഇട്ട് എണ്ണ ഒന്ന് ചൂടാക്കണം. ചൂടാക്കി കഴിഞ്ഞ് അത് ജീരകം പൊട്ടാൻ തുടങ്ങുമ്പോൾ അതിൽ നമുക്ക് കുറച്ച് വെളുത്തുള്ളി മുറിച്ചതിടണം. വെളുത്തുള്ളി മുറിച്ചിട്ടിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 2-3 പച്ചമുളക് ഇടാം. പച്ചമുളക് ഇട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് എരിവിനനുസരിച്ചിട്ടുള്ള മുളക് ഇടാമേ. നമുക്ക് കൂടുതൽ എരിവ് വേണമെങ്കിൽ കൂടുതലിടാം. ഇതിൽ പച്ചമുളക് മാത്രമേ ഉള്ളൂ എരിവായിട്ട്. അതിൻ്റെ കൂടെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കാം. ഇളക്കിക്കഴിഞ്ഞ് ഇതിലേക്ക് നമ്മൾ ഒരു 2 മീഡിയം സൈസ് പൊട്ടാറ്റോ ആണ് അരിഞ്ഞിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പൊട്ടാറ്റോ ചേർക്കാം. അതിട്ടൊന്ന് ഇളക്കിയിട്ട് ശകലം ഉപ്പും ഇടണം. നമുക്ക് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യണം. മഞ്ഞളിട്ടിരിക്കുന്ന എല്ലാ പൊട്ടാറ്റോയിലും പിടിപ്പിച്ചിട്ട് ശകലം ഉപ്പിടാം. ഇതിവിടെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഈ ഒരു ഐറ്റം. എനിക്കിത് തൈരും ചോറിനും കൂടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് ചപ്പാത്തിയോടെയും കഴിക്കാം. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കണം. ഇത് അടച്ച് വേവിക്കുക. ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കരുതേ. കുറച്ച് എണ്ണ ഒഴിച്ചത് അതിൽ തന്നെ വേവണം. നല്ലപോലെ വെന്ത് ഇടയ്ക്കൊന്ന് എടുത്തൊന്ന് ഇളക്കി നോക്കണം വെന്തോ ഇല്ലയോ എന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇളക്കി നോക്കാം. കുറച്ചും കൂടെ ആവാനുണ്ട്. നമുക്കിതിനി അടച്ചു വയ്ക്കണേ. നമുക്കിത് അടച്ചു വച്ചിട്ട് വെയിറ്റ് ചെയ്യാം. കുറച്ചായിട്ടുണ്ട്, പക്ഷെ ഇനി കുറച്ചും കൂടെ ആവണം. അത് നമ്മൾ ഇളക്കുമ്പോഴേ മനസ്സിലാവും ഉരുളക്കിഴങ്ങ് ശരിക്കും വെന്തോ ഇല്ലയോ എന്ന്. ഇല്ല, ഇച്ചിരി കട്ടിയുണ്ട്. നമുക്കൊന്നുകൂടെ കുറച്ച് നേരം കൂടെ അടച്ച് വയ്ക്കേണ്ടി വരും. ഇച്ചിരി കട്ടിയുണ്ട്. കുറച്ചും കൂടെ അടച്ച് വെച്ചിട്ട് നോക്കാം. ഇത് നമ്മൾ മേത്തി എന്ന് പറയുമ്പോൾ നമ്മുടെ ഉലുവയിലയല്ലേ, അത് നല്ലപോലെ കഴുകിയിട്ട് അതിൻ്റെ ഇല മാത്രമായിട്ട് ചെറുതായിട്ട് മുറിച്ചത് ആണ് എടുക്കേണ്ടത്. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് ശരിക്കും വെന്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ഇല ഇടേണ്ട സമയം. മേത്തി, ഉലുവ ഇല. കുറേശ്ശെ ഇടാവുള്ളേ. എല്ലാം കൂടെ ഒന്നിച്ച് കമത്തി ഇടരുത്. കുറേശ്ശെ ഇട്ട് ഇളക്കുക. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാൻ എളുപ്പം ഉണ്ടാവും. അപ്പോൾ കഴിഞ്ഞിട്ട് ഇലയല്ലേ, അത് ഒന്ന് വേവുമ്പോൾ ഒന്ന് ചുരുങ്ങും. അപ്പം നമുക്ക് സ്ഥലവും കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് കുറച്ച് ഇതിന് വേണ്ട ഉപ്പും നമ്മൾ ഇടണേ, മറക്കല്ലേ. നമ്മൾ ഉരുളക്കിഴങ്ങിന് മാത്രമേ ഉപ്പിട്ടിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ പാകം നോക്കി നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഇടണം. യെസ്, ഇപ്പോൾ റെഡിയായി. ഒന്ന് ക്ലോസ് ചെയ്ത് വയ്ക്കണം. എന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കണം. യെസ്, ഇളക്കിയിട്ട് നമുക്കത് അടച്ച് വയ്ക്കാം. ഇപ്പോൾ ഇല കുറഞ്ഞ കണ്ടോ.
ചുരുങ്ങിപ്പോയി ഇലയെല്ലാം. അപ്പം നമുക്കിനി അതങ്ങോട്ട് അടച്ചു വെക്കണം. അടച്ചു വെച്ച് ഇലയും കൂടെ വേവാൻ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇനി ഇതെന്താ ചെയ്യണ്ടേ? ഇത് ഓൾമോസ്റ്റ് റെഡിയായി. ഇനി ഈ ഉലുവ ഇലയ്ക്ക് ചെറുതായിട്ടൊരു കയ്പ്പൊക്കെ കാണുമല്ലോ. അപ്പോൾ അത് ബാലൻസ് ചെയ്യാനായിട്ട് നമുക്കൊരിച്ചിരി നാരങ്ങ വേണ്ടി വരും. ഒരര നാരങ്ങ മുറി മതിയാവും. അപ്പം നമുക്കത് നാരങ്ങ എടുത്തുകൊണ്ട് വന്നിട്ട് പിഴിഞ്ഞ് വയ്ക്കാം. പിഴിഞ്ഞൊഴിച്ച് ഇപ്പോഴാണ് ശരിക്കും ഇല അങ്ങോട്ട് ചുരുങ്ങിയത്. നല്ലപോലെ വെന്തിട്ടുണ്ട് ഇപ്പം ഇലയൊക്കെ. ഇതാണ് പാകം, കറക്റ്റ് പാകം ഇതാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ലാസ്റ്റ് ഒരു ഐറ്റം കൂടെ ഉണ്ട്. അതാണ് നമ്മുടെ നാരങ്ങ. പച്ചമുളക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ഇടാൻ മറക്കരുത്. എരിവ് നല്ലപോലെ വേണ്ടവരാണെങ്കിൽ ഇച്ചിരി നല്ലപോലെ എരിവ് ഇട്ടാൽ നല്ലതായിരിക്കും. ഒരു 3-4 പച്ചമുളക് ഇട്ടാൽ നന്നായിരിക്കും. അതാ ഞാൻ ടേസ്റ്റ് നോക്കുന്നുണ്ടേ. അടിപൊളി. ജിമ്മിൽ പോയിട്ട് വന്നിട്ടുള്ള വേഷമാണേ, ഡോണ്ട് മൈൻഡ്. അതാ നമ്മൾ അര നാരങ്ങയും കൂടെ വേണം.